ഹലോ ഗായ്സ്, നമ്മൾ നേരെ കണിച്ചുളങ്ങര അമ്പലത്തിലോട്ട് പോകുക. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ ഇന്നാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലോട്ട് പോകുന്നു. കണിച്ചുളങ്ങര അമ്പലം നല്ല ഫേമസ് ആണ്. ഇവിടുത്തെ ചിക്കര വഴിപാടും പുഴുക്ക് വഴിപാടും ഒക്കെ ഒരുപാട് ഫേമസ് ആണ്. ആഗ്രഹം സാധിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ വഴിപാടൊക്കെ നടത്താറുണ്ട്. കണിച്ചുളങ്ങര എന്ന ഈ പേര് വരാൻ ഒരു കാരണമുണ്ട്. അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ദേവി ഇവിടെ കപ്പലിൽ കളിച്ചുതുള്ളി വന്നുവെന്നും ഈ സ്ഥലം പണ്ട് കടലായിരുന്നുവെന്നും ഇവിടെ എത്തിയപ്പം കപ്പൽ മുങ്ങിപ്പോയെന്നും അങ്ങനെ ദേവി ഇവിടെ കുടികൊണ്ടുവെന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി കളിച്ചു വന്നതുകൊണ്ട് ഇത് കളിച്ചുകുളങ്ങരയായി. പിന്നീട് പറഞ്ഞ് ഇത് കണിച്ചുകുളങ്ങരയായി. ഈ കുളത്തിൽ ഇപ്പോഴും അവശിഷ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ 7 വരി കൈതോല കൂടിയുണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഒരു കൈ കൊണ്ട് ആ കൈതോല കെട്ടുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റെവിടത്തേക്കാളും ആ കൈതോലയ്ക്ക് കുറച്ച് മുള്ളധികമാണ്. അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഈ അമ്പലത്തിനുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിനടുത്ത് തന്നെ കുറച്ച് മാറി ഒരു കൃഷ്ണൻ്റെ അമ്പലവും കൂടിയുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അന്നേരം കണ്ണൻ്റെ മാല എനിക്ക് അവിടുത്തെ ശാന്തി തന്നു. പിന്നെ നമ്മളൊരു തൃക്കൈ വെണ്ണ നടത്തി. ഇത്രയും ടേസ്റ്റുള്ളൊരു വെണ്ണ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ പറയണം. ആ പഴം കൂട്ടി ആ വെണ്ണ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയത് നമ്മൾ ഇത്ര നേരം ഭക്തിയും വെജിറ്റേറിയനൊക്കെ ആയതുകൊണ്ട് നേരെ നമ്മൾ നോൺ വെജ് കഴിക്കാൻ കയറി. പൊറോട്ടയും ബീഫ് എടുത്ത് പറയണ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു ഞായറാഴ്ച. അങ്ങനെ ഞായറാഴ്ച അവിടെ കഴിഞ്ഞ് കിട്ടി ഗൈസ്.